സമസ്ത നേതാക്കളെ ലീഗുകാർ അധിക്ഷേപിച്ചതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന മലപ്പുറം LDF സ്ഥാനാർത്ഥി വി വസീഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വി വസീഫാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ തുടക്കം മുതൽ വലിയ ആത്മവിശ്വാസമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു കോട്ടയിൽ UDF അത്രയും വലിയൊരു ശക്തി കേന്ദ്രത്തിൽ ഈ വിജയിക്കുമെന്നുള്ളതിന്റെ ആത്മവിശ്വാസത്തിന്റെ പുറകിലുള്ള കാര്യം എന്താ? ജനങ്ങൾക്ക് എന്നോടുള്ള സമീപനം തന്നെയാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വത്തിൻ്റെ തെറ്റായ പ്രവണതകൾ ഈ നാടിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം അവർക്കിടയിൽ ഈ നാടിനിടയിൽ നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നാടിൻ്റെ പൾസ് നമുക്കറിയാമല്ലോ. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജയിക്കും എന്ന്. ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പിന്തുണ കിട്ടുമോ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും ഒക്കെ നല്ലൊരു വിഭാഗം മതനിരപേക്ഷതയും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയവും ഒക്കെ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതൊരു തിരുത്തൽ പ്രക്രിയയാവും. ഈ പൊന്നാനി മണ്ഡലത്തിൽ KS ഹംസയ്ക്ക് വേണ്ടി സമസ്തയിലെ ഒരു ഭാഗം പരസ്യമായി ഇറങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. മലപ്പുറത്ത് ആ രീതിയിൽ കാണുന്നില്ല. മലപ്പുറത്ത് വോട്ട് എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ വിഭാഗവും ജനങ്ങളും ആരെയാണ് പിന്തുണച്ചത് എന്നുള്ളത്. ഈ സമസ്തയിലെ പിന്തുണയും കിട്ടും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അതിൽ സമസ്തയുണ്ട്. സമസ്തയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലല്ലേ അവരൊക്കെ ഉള്ളത്. അവരെ എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം മുസ്ലിം ലീഗ് ആക്ഷേപിച്ചിട്ടുണ്ട്, ചവിട്ടി തേച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു മതസംഘടനാ നേതാക്കന്മാരെ പറയാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവരെ പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ. നമ്മൾ അതിൻ്റെയൊക്കെ ഡിബേറ്റുകളിലൊക്കെ പങ്കെടുത്ത ആളുകളല്ലേ നമ്മൾ. ആ സമയങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമസ്തയെ ആക്ഷേപിക്കാൻ തന്നെയാണ് ഇവർ നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങളോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മാറ്റമുണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞ് മണിക്കൂറുകൾക്കകം മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് നിങ്ങൾ കേട്ട് കാണും. അത് തന്നെയാണ് ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം. എന്തായാലും വസീഫ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളത്. ഈ ജനങ്ങൾ അവരുടെ മനസ്സിൽ എന്ത് കാത്തുവെച്ചിരിക്കുമെന്നുള്ള ആകാംക്ഷ തന്നെയാണ് ഉള്ളത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.